ഓക്കെ, ഇതിൽ പ്രോബ്ലം നമ്പർ 7 നോക്കുക. ഇതിൽ 3 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, മറ്റേ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാം, ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ടെസ്റ്റ് ഫോർ കൺവേർജൻസ് ദ ഫോളോവിങ് സീരീസ്. ഫസ്റ്റ് വൺ 1 by 1 into 2 into 3 plus 3 by 2 into 3 into 4 plus etc. 5 by 3 into 4 5 plus 7 by 4 5 6. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, മുന്നേ ചെയ്ത പോലെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ആ ക്വസ്റ്റ്യൻ? എന്താണ്? 1 divided by 1 into 2 into 3 plus 3 divided by 2 into 3 into 4 plus അടുത്ത എന്തായിരിക്കും വരിക? 5 divided by 3 into 4 into 5 plus 7 divided by 4 into 5 into 6. ഓക്കെ, പ്ലസ് എക്സെട്ര. ഈ ഒരു ഫോർമാറ്റിലാണ് അത് പോകുന്നത്. അതിന് ന്യൂമറേറ്ററുകൾ നമ്മൾ ഇതിന്റെ nth ടേം ഇങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടതിന്റെ nth ടേം എന്താന്ന് ഫൈൻഡ് ചെയ്യണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് കഴിയുള്ളൂ. ഇപ്പൊ n/b എന്നുള്ള സീക്വൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ nth ടേം അറിയണമല്ലോ. അപ്പൊ അതിന്റെ ന്യൂമറേറ്റർ പോകുന്നത് നോക്കിക്കേ. ന്യൂമറേറ്റർ എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സിനെ ജനറലി നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറോന്നെങ്കിൽ 2n-1 അല്ലെങ്കിൽ 2n+1. നമ്മൾ മെയിൻ ആയിട്ട് എടുക്കാറ് 2n-1 ആണ്. ഇനി ഡിനോമിനേറ്ററിൽ എന്താ? 1 into 2 into 3, അതായത് n into n+1 into n+2. ഓക്കെ, ദാറ്റ് ഈസ് n into n+1 into n+2. ഇതാണ് an ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏത് ടെസ്റ്റും ചെയ്യാൻ റേഷ്യോ ടെസ്റ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു an കിട്ടി. ഇനി anേക്കാൾ വലിയ ഒരു സീരീസിന് ഒരു സീക്വൻസിനെ നമുക്ക് കണ്ടെത്തണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? n into n അല്ലെ? 3 ഭാഗത്തും n ഉണ്ട്, ദാറ്റ് ഈസ് n³ ആണ്. അപ്പോ n³ എന്ന് പറയുന്നതിനെക്കാട്ടിലും വലുതാണ് n² എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെയായിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ആ ഡിനോമിനേറ്ററിനെ ഒന്ന് നോക്കുക, എന്നിട്ട് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? bn എന്തായിട്ട് എടുക്കാം? 1/n² ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മള് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn നമ്മുടെ റേഷ്യോ ടെസ്റ്റ് ചെയ്യുക. ഇത് നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ, അതായത് ഇൻഫിനിറ്റി അല്ലാത്ത ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് നമ്പർ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ bn കൺവേർജന്റ് ആണെങ്കിൽ an കൺവേർജന്റ് ആണ്, bn ഡൈവേർജസ് ആണെങ്കിൽ an ഡൈവേർജസ് ആണ്. അപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn ചെയ്ത് നോക്കാം. അപ്പൊ എന്താ വരിക? 2n-1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n-1 by n into n+1 into n+2. നല്ല എളുപ്പമായിട്ട് അതിങ്ങനെ ചെയ്ത് കിട്ടിയ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ല രസമായിട്ട് ചെയ്ത് പോവാവുന്നുള്ളൂ. ഡിവൈഡഡ് ബൈ 1/n². അപ്പൊ ഈ n² മേലേക്ക് കടവും. അപ്പൊ 2n-1 into n² ഡിവൈഡഡ് ബൈ n into n+1. ഇവിടെ ലിമിറ്റ് ഉണ്ട് കേട്ടോ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. n+1 into n+2. ഓക്കെ, ഇനി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഈ ന്യൂമറേറ്ററിൽ വരുന്ന ഹയസ്റ്റ് പവർ അല്ലെ, ഈ മൊഡ്യൂളിൽ തന്നെ ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ന്യൂമറേറ്ററിൽ വരുന്ന ഹയസ്റ്റ് പവറിനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അതാണ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കേണ്ടത് അല്ലെ? അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ എന്താ നോക്കിക്കേ, n into n+1 into n+2 എല്ലാത്തിനും n പുറത്തെടുക്കാം. ഇവിടെ ഒരു n² ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ n into n into n എന്ന് പറയുമ്പോൾ n³ വരും. സിമിലർലി ഇവിടെ എന്ത് വരും? n² into n എന്ന് പറയുമ്പോൾ എന്ത് വരും? ഒരു n³ വരും. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ എന്ത് വരും? ഒരു n³ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാൻ കിട്ടും. അപ്പൊ n³ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാല് n³ into ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക അല്ലെ? ഇവിടെ നമ്മളൊരു n ഔട്ട് സൈഡ് എടുത്തു. ഇതിന് n ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാലേ n² into n ആട്ടോ. അതിനൊന്നിച്ച n³ ടോട്ടലായിട്ട് ഔട്ട് സൈഡ് എടുക്കല്ല. ഇവിടെ ഓൾറെഡി ഒരു n² ഉണ്ട്, ഇവിടുന്ന് ഒരു n കൊടുത്തു. അപ്പൊ 2-1/n ഡിവൈഡഡ് ബൈ ഇവിടെ എല്ലാത്തുനിന്നും നമ്മൾ ഓരോ n എടുക്കുമ്പോൾ ഒരു n³ കിട്ടും. കാരണം n into n into n. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരിക? 1+1/n. ഓക്കെ, മറ്റോടത്ത് എന്താ വരിക? 1+2/n. ഓക്കെ, ഇനി നിങ്ങൾ എന്താ n³ ക്യാൻസൽ ചെയ്തിട്ട് n നെ ഇൻഫിനിറ്റിയിലേക്ക് വിടുക. അപ്പൊ എന്താ വരിക? 2-0 ഡിവൈഡഡ് ബൈ 1+0 into 1+0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 2 എന്ന് പറയുന്ന ടേം ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ റേഷ്യോ ടെസ്റ്റ് ചെയ്യാൻ കഴിയും, കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ,
അപ്പൊ നമുക്ക് കിട്ടിയത് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് ബി എൻ കൺവേർജന്റാ നോക്കുക. ഇനി ഇതിങ്ങനെ കൺവേർജന്റാ നോക്കണ്ട, കുറച്ചു നേരമായി നമ്മളിത് ഇങ്ങനെ കൺവേർജൻസി പറയുന്നു. 1/n² എഴുതണം കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ശരിക്കും തന്നെ എഴുതണം. ബി എൻ എന്ന് പറയുന്നത് 1/n² ആണ്. ഇത് സീരീസ് 1/n² കൺവേർജന്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് കൺവേർജന്റ് ആണെങ്കിൽ നമുക്ക് തന്ന സീരീസും കൺവേർജന്റ് ആണ്. ഓക്കെ, ഇത് കൺവേർജന്റ് ആണോ നോക്കാൻ ദിസ് ഇസ് പി സീരീസ് ആണ്. പി സീരീസിൽ p = 2 ആണ്. ജോമെട്രി സീരീസ് ആണ്. അപ്പൊ ഇതിന്റെ എന്താ വരിക, 1. ഈ സീരീസ് എങ്ങനെ വരിക, 1+ അല്ലെ 1/4 + 1/9 + എക്സെട്ര അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും p = 2 ആണ് ഇവിടെ. 1/n² പി സീരീസ് എപ്പോഴാണ് കൺവേർജന്റ് ആവുന്നത്, p > 1 ഇവിടെ ഹിയർ p = 2 ആണ്. 2 എന്ന് പറയുന്നത് > 1 ആണ്. അതുകൊണ്ട് ഈ സീരീസ് കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റും ബൈ റേഷ്യോ ടെസ്റ്റ്, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമുക്ക് പറയാൻ പറ്റും ഈ സീരീസ് bn സീരീസ് കൺവേർജന്റ് ആയതുകൊണ്ട് നമ്മുടെ ഗിവൺ സീരീസ് എന്നും എന്താന്ന് പറയാൻ പറ്റും, കൺവേർജന്റ് ആണ് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്താന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. 1/3 + √2/5 + √3/7 അതെങ്ങനെയാണ് അതിന്റെ n പോണേ നോക്കിയാൽ മതി. √10/2n + 1 അല്ലെ. നോക്കി നോക്കി നിങ്ങൾ ക്വസ്റ്റ്യൻക്ക് 1/3 അപ്പൊ √10/2n + 1. ഇനി അടുത്തത് എന്താ വരിക, 2 ടേം കൊടുക്കുമ്പോൾ √2/5, അടുത്ത് വരുമ്പോൾ √3/7. ഓക്കെ, അപ്പൊ അത് അതേപോലെ തന്നെ കമ്പാരിസൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്ന ടെസ്റ്റ് ആണ് റേഷ്യോ ടെസ്റ്റ്. ഓക്കെ, റേഷ്യോ ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. Let sigma n be an infinite series and suppose that limit n tends to infinity n + 1/n = r. Then the series converges if r less than 1. The series diverges if r greater than 1 or r is infinite. The test is inconclusive if r = 1. എഴുതിയെടുത്തില്ലേ, ഇതുവരെ r = 1 വരെ എഴുതിയെടുക്കാം. ഓക്കെ, അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ആണ് റേഷ്യോ ടെസ്റ്റ്. ഓക്കെ, മറ്റേത് ഡയറക്റ്റ് റേഷ്യോ ടെസ്റ്റ് ആണ് അല്ലെ അവിടെ ചെയ്തിരുന്നത്, കമ്പാരിസന്റെ റേഷ്യോ ടെസ്റ്റ്, ഡയറക്റ്റ് അല്ല. ഓക്കെ, ഇതും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എളുപ്പമാണ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇപ്പൊ നിങ്ങളോട് ഇത് കൺവേർജസ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏത് മെത്തേഡും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കുറച്ച് മെത്തേഡുകൾ പഠിപ്പിച്ചതിൽ ഏത് മെത്തേഡ് ബൈ ഇന്ന മെത്തേഡ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല മെത്തേഡിൽ നിങ്ങൾ അത് കൺവേർജൻസി ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ മാറരുത്. ചില കേസിൽ > 1 കൺവേർജന്റ്, ചില കേസിൽ < 1 കൺവേർജന്റ്. അപ്പൊ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഓക്കെ, റേഷ്യോ ടെസ്റ്റ് പറയുന്നത് സിഗ്മ n be an infinite series and suppose that limit n tends to infinity n + 1/n. അതായത് ഏതൊരു സീരീസ് തന്നു കഴിഞ്ഞാലും അതിന്റെ nth ടേം കാണാം. ഓക്കെ, അപ്പോ ലിമിറ്റ് n tends to infinity മോഡുലസ് ഓഫ് an + 1/an എന്ന് പറയുന്നതാണ് 6. ഈ നമുക്കൊരു അതായത് ഇതിനെ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെ ജസ്റ്റ് 6 എന്ന് വിളിച്ചു. ഈ 6 < 1 ആണെങ്കിൽ സീരീസ് കൺവേർജന്റ് ആണ്, തന്ന സീരീസ് കൺവേർജന്റ് ആണ്. > 1 ആണോ അല്ലെങ്കിൽ r = ∞, ഒന്നെങ്കിൽ > 1 എബവ് ഏത് 2 വന്നു കഴിഞ്ഞാൽ പോലും ഇതെന്തല്ല, കൺവേർജസ് അല്ല, ഡൈവേർജസ് ആണ്. പ്രത്യേകം മനസ്സിലാക്കുക കേട്ടോ. നിങ്ങക്ക് നമ്മള് കമ്പാരിസണിൽ ചെയ്യുമ്പോൾ വേറെ രീതിയിലാണ്. അപ്പൊ അത് നിങ്ങക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ കമ്പാരിസണിലെ റേഷ്യോയും അതുപോലെ തന്നെ ഈ റേഷ്യോ ടെസ്റ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഡി-അലംബേഴ്സ് റേഷ്യോ ടെസ്റ്റ് എന്ന് കൂടെ പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും ബൈ ചാൻസിലെ ഡി-അലംബേഴ്സ് ആണ് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. ഈ റേഷ്യോ ടെസ്റ്റിനെയാണ് ഡി-അലംബേഴ്സ് റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, r < 1 ആണെങ്കിൽ കൺവേർജസ് ആണ്, r > 1 or r = ആണെങ്കിൽ ഇതെന്താണ്, ഡൈവേർജസ് ആണ്. ഇനി നിങ്ങൾക്ക് r = 1 ആണെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. അപ്പൊ വേഗം എന്താ അറിയാം, മടക്കി വെക്കല്ല, വേറെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അധികം നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം ഒന്നെങ്കിൽ ഇത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ മുന്നേ പഠിച്ചില്ലേ റേഷ്യോ ടെസ്റ്റിന്റെ കമ്പാരിസൺ റേഷ്യോ, അത് വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രോബ്ലംസിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. Test for convergence the following series. Test for convergence the following series.
First question, I equal to 1 to infinity 2 raised to I by I raised to 8. Second question, n equal to 1 to infinity 1 by n factorial. Third question, n equal to 1 to infinity b raised to n by n factorial. രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. ബാക്കി ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ജസ്റ്റ് അതിന്റെ ഒരു ഐഡിയ അറിഞ്ഞിരുന്നാൽ മതി. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? I equal to 1 to infinity 2 raised to I by I raised to 8. 2 raised to I by I raised to 8. ഓക്കെ, അപ്പൊ ഇവിടെ എ ഐ ആണ് അല്ലെ. ഐയിൽ തന്നോണ്ട് എ ഐ എന്ന് വിളിക്കുക, എന്നിൽ തന്ന എ എൻ എന്ന് വിളിക്കുക കേട്ടോ. എ ഐ എന്ന് പറയുന്നത് എന്താണ്? 2 raised to I by I raised to 8 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണേണ്ടത്, നമുക്ക് ബൈ റേഷ്യോ ടെസ്റ്റിൽ എന്താ വേണ്ടത്? ലിമിറ്റ് I tends to infinity കൊടുക്കാം കേട്ടോ. n ആണെങ്കിൽ n tends to infinity കൊടുക്കാം. AI plus 1 divided by AI ആദ്യം കാണണം. ഓക്കെ, അപ്പൊ AI plus 1 എന്താന്ന് അറിയണം. AI plus 1 എന്ന് പറഞ്ഞാല് AI plus 1 എന്ന് പറഞ്ഞാല് I കാണുന്നോടത്തൊക്കെ I plus 1 ആക്കുക, അല്ലാതെ ഇതിന്റെ കൂടെ ഒരു പ്ലസ് 1 ഇട്ട് കൊടുക്കല്ല കേട്ടോ. AI ഇതാണല്ലോ, എന്നാ കിടക്കട്ടെ ഇവിടെ ഒരു പ്ലസ് 1 എന്നുള്ള രീതിയിലല്ല, സഫിക്സിലാണ് പ്ലസ് 1 കൂടി കേട്ടോ. അപ്പൊ എപ്പോഴും മാറ്റുന്ന ഒരു മാറി വരുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കത്. അപ്പൊ I ഇങ്ങനെ മനസ്സിലാക്കാം. AI ആണെങ്കിൽ I കാണുന്നിടത്തൊക്കെ I plus 1 ആക്കാം. ഇനിയിപ്പൊ n ആണ് ക്വസ്റ്റ്യനിൽ തന്നെന്നുണ്ടെങ്കിൽ n കാണുന്നിടത്തൊക്കെ n plus 1 ആക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 2 raised to I plus 1 divided by I plus 1 raised to 8. ഓക്കെ, ഇതാണ് AI plus 1. ഇനി AI plus 1 divided by AI കാണ്, അതായത് എന്താ വരിക? 2 raised to I plus 1 divided by I plus 1 raised to 8 divided by, ഇനി AI എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to I divided by I raised to 8. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങനെ ക്രോസ് എടുക്കുകയാണ്, കാരണം ഇത് ബൈ റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്താ വരിക? ഇത് മായ്ക്കണം. എന്താ വരിക? 2 raised to I plus 1 into I raised to 8 divided by 2 raised to I into I plus 1 raised to 8. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇനി ശ്രദ്ധിക്കട്ടോ. ഇവിടെ 2 raised to I plus 1, ഇവിടെ 2 raised to I, 2 raised to I plus 1 എന്ന് പറഞ്ഞ സാധനം എന്താ? 2 raised to I into 2 ആണ്. A raised to M into A raised to N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A raised to M plus N ആണ്. അതുപോലെയാണ് 2 raised to I into 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 raised to I plus 1 ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ 2 raised to I, ഈ 2 raised to I plus 1നെ 2 raised to I plus 1നെ എനിക്ക് 2 raised to I into 2 raised to 1 into I raised to 8 divided by 2 raised to I into I plus 1 raised to 8. ഓക്കെ, അപ്പൊ ഈ 2 raised to I യും 2 raised to I യും 2 raised to I യും ക്യാൻസൽ ചെയ്തു. ബാക്കി ഇവിടെ ആരല്ലത്? ഒരു 2 ഉണ്ട്, പിന്നെ ആരല്ലത്? ഒരു I raised to 8 ഉണ്ട് അല്ലെ. 2 into, അപ്പൊ നമുക്ക് ഇതിനെ 2 into I by I plus 1 raised to 8 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ എനിക്ക് ഇനിയും ചെറുതാക്കാം. ഇവിടെ I ഉണ്ട്, ഇവിടെ I ഉണ്ട്. അപ്പൊ I കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാല് 1 divided by 1 plus 1 by I. ഓക്കെ, ഇവിടെ ഒരു I വരും, I യും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ആരാ ബാക്കിയുള്ളത്? 2 into 1 plus 1 by I. ഇനി എന്തിനാ ചെയ്യാ? ലിമിറ്റ് I tends to infinity കൊടുക്കുക. I കാണുന്നിടത്ത് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 2 into 1 by 1 plus 1 by infinity 0, that is equal to 2. അപ്പൊ നോക്കിക്കേ, 2 ആണ്. R equal to നമുക്ക് ഇവിടെ കിട്ടിയ, ഇനി നോക്കണത് റേഷ്യോ ടെസ്റ്റ് കാട്ടോ. R നമുക്ക് കിട്ടിയത് 2 ആണ്. 2 greater than 1 ആണ്. R greater than 1 ആണെങ്കിൽ, R greater than 1 ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് 2 ആണ്. 2 greater than 1 ആണ്. 2 greater than 1 ആണ് നിങ്ങൾക്ക് കിട്ടണമെന്ന്, സോറി, R greater than 1 ആണ് കിട്ടണമെങ്കിൽ തന്നിരിക്കുന്ന സീരീസ് ഡൈവേർജസ്. ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ, 1 ആണെങ്കിൽ ടെസ്റ്റിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല, വേറെ ടെസ്റ്റ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയത് 2 ആണ്. 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഈ സീരീസ്, തന്ന സീരീസ് എന്താന്ന് പറയാൻ പറ്റും? ഡൈവേർജന്റ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ റേഷ്യോ ടെസ്റ്റ് 2 ഒക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ 2 ആണല്ലോ, ഫൈനൈറ്റ് നമ്പർ ആണല്ലോ, മറ്റോടത്ത് പഠിച്ചിരിക്കുന്നത് ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ കൺവേർജന്റ് ആണെന്നുള്ളത്. അപ്പൊ അതൊക്കെ ചെയ്ത് നിങ്ങൾ ചെയ്തു പോകുന്നത് റേഷ്യോ ടെസ്റ്റിലാണ്. അപ്പൊ അതിന്റെ കണ്ടീഷൻ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ തന്നെ 1/n ഫാക്ടോറിയൽ. അടിപൊളിയാണ്, നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. n ഈക്വൽ ടു 1 to infinity 1/n ഫാക്ടോറിയൽ. അപ്പൊ an ഇത് കണ്ടോ, ഇത് എന്നിലാട്ടോ തന്നിട്ടുള്ളത്. ഞാൻ ഒന്ന് ഐത്യം ഒന്ന് എന്നെത്തി എടുത്തതാണ്. ഓക്കെ, എന്നിലാണ് a എന്ന് പറഞ്ഞാല് 1/n ഫാക്ടോറിയൽ. അപ്പൊ നമ്മൾ ആരെ കാണണം? an+1, ദാറ്റ് ഈസ് 1/n+1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ ഇനി കാണേണ്ടത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1/an. an+1/an എന്ന് പറയുമ്പോൾ 1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1/n ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ബൈ n+1 ഫാക്ടോറിയൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. എന്താ ഈ n+1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? n ഫാക്ടോറിയൽ ഇൻറ്റു n+1 അതല്ലേ n+1. ഈ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര n. 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ 2 ഫാക്ടോറിയൽ എന്ന് അറിയും. 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 3 ഫാക്ടോറിയൽ എന്ന് അറിയും. ആണല്ലോ. അപ്പൊ ഈ 3 ഫാക്ടോറിയലിനെ എനിക്ക് 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 എന്ന് എഴുതിക്കൂടെ? ഇതുവരെ 1 ഇൻറ്റു 2 2 ഫാക്ടോറിയൽ. അതേപോലെ n+1 ഫാക്ടോറിയലിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n+1 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ n ഫാക്ടോറിയൽ ഇൻറ്റു n+1. എന്നിനെക്കാട്ടി തൊട്ടടുത്തല്ലേ n+1 എന്ന് അറിയണത്. അപ്പൊ n+1 ഫാക്ടോറിയലിനെ n ഫാക്ടോറിയൽ ഇൻറ്റു എന്ത് എഴുതാൻ പറ്റും? n+1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്കത് അങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോവാം. അപ്പൊ n+1 ഫാക്ടോറിയൽ n+1 ഇൻറ്റു n ഫാക്ടോറിയൽ എഴുതാം. അപ്പൊ അങ്ങനെ മാറ്റുമ്പോഴേ, ആ രീതിയിൽ മാറ്റുമ്പോൾ എന്താ സംഭവിക്കണേ വെച്ചാല് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n+1 ഇൻറ്റു n ഫാക്ടോറിയൽ. n ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്താല് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n+1. n കണ്ണോടത്തൊക്കെ ഇൻഫിനിറ്റി കിട്ടൂളി. അപ്പൊ എന്താ വരെ? n കണ്ണോടത്ത് ഇൻഫിനിറ്റി കിട്ടു കഴിഞ്ഞാൽ 1/∞+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/∞ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 0 എന്ന് പറയുന്ന 6 ഇവിടെ കിട്ടിയത് 0 ആണ്. 0 ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ സീരീസ് എന്താന്നാ പറഞ്ഞത്? കൺവേർജസ് ആണ്. അപ്പൊ തന്ന സീരീസ് എന്താന്ന് കിട്ടും? കൺവേർജന്റ് ആണെന്നുള്ളത് കിട്ടും. അപ്പൊ മറ്റേ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Examine the convergence of the series. Examine the convergence of the series 1/3 plus 1 into 2 divided by 3 into 5 plus 1 into 2 into 3 divided by 3 into 5 into 7 plus 1 into 2 into 3 into 4 divided by 3 into 5 into 7 into 9. അടിയിൽ എന്താണ് ഒക്കെ പോണ? എന്താണ് എല്ലാം 1 അല്ലാത്ത 3 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്താ പോകുന്നത്? എന്താണ് പറയൂ? എന്താണ്? യെസ്, ഓഡ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ nth എന്തേക്കരം വരിക? അങ്ങനെയാണെങ്കിൽ an ഒന്ന് എഴുതി നോക്കിക്കേ. ഫസ്റ്റ് ടേം എന്താ? 1/3 ആണ്. സെക്കൻഡ് ടേം എന്താ? 1 into 2 divided by 3 into 5 ആണ്. അപ്പൊ ന്യൂമറേറ്റർ എന്തേക്കരം വരിക? nth ടേം എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 into 2 into മൂന്നാമത്തെ ടേം ആയപ്പോൾ 1 into 2 into 3, നാലാമത്തെ ടേം ആയപ്പോൾ 1 into 2 into 3 4. അപ്പൊ nth ടേം ആകുമ്പോൾ എന്തായിരിക്കും വരിക? 1 into 2 into 3 into എക്സെട്ര into n ആണല്ലോ. ഇനി ഡിനോമിനേറ്ററിൽ ആദ്യത്തെ ആകുമ്പോൾ 3, രണ്ടാമത്തെ ആകുമ്പോൾ 3 into 5, മൂന്നാമത്തെ ആകുമ്പോൾ 3 into 5 into 7. ഓക്കെ, അപ്പൊ എന്താ പറയാ? ഫസ്റ്റത്തതും അത് കഴിഞ്ഞിട്ടില്ല ഓഡ് നമ്പറും. ഓക്കെ, അപ്പൊ ഓഡ് നമ്പറിന് നമ്മൾ എങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യുക? രണ്ടെണ്ണം എടുക്കേണ്ട കേസ് 2n+1 2n+3. ഓക്കെ, ഇതിവിടെ 3 ഫസ്റ്റ് വന്നോണ്ടാട്ടോ 2n+1 ഞാൻ പോവാൻ കാരണം. മറ്റേ 2n-1 എടുത്താൽ മതി നമുക്ക്. കാരണം പക്ഷെ അവിടെ 1 വരും ഓഡ് നമ്പറിൽ. ഇവിടെ ഓഡ് നമ്പറിൽ 1 ഇല്ല, 3 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ടീച്ചർ എന്താ അവിടെ 2n-1 അല്ലേ കോമൺ എന്ന് പറഞ്ഞെന്ന് വിചാരിക്കണ്ട. ഇവിടെ 2n+1 എടുക്കാൻ കാരണം ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് 3 ആണ് ഓഡ് നമ്പർ. ഓക്കെ, 2n+1 ഇൻറ്റു 2n+3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? an+1 എങ്ങനെയൊക്കെ വരിക? an this one ആണെങ്കിൽ an+1 എന്താ വരിക? 1 into 2 into 3 into എക്സെട്ര into n into n+1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ വല്ല മാറ്റം വരുമോ? ഡിനോമിനേറ്റർ തന്നെ വരിക 3 into 5. ഇവിടെ നേരിട്ട് എഴുതിക്കാട്ടോ, മാറ്റാം. 3 into 5 into 7 into എക്സെട്ര 2n+1 into 2n+3. ഓക്കെ, അപ്പൊ 3 into 5 into 7 into എക്സെട്ര
ഇവിടെ തന്നെ വരിക 2n + 1 ഇൻറ്റു 2n + 3. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ an+1 നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് an+1 ഡിവൈഡഡ് ബൈ an. ഞാൻ അങ്ങനെ എഴുതണമൊന്നുമില്ല, നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി എന്തൊക്കെയൊക്കെ അല്ലെങ്കിൽ വേണ്ട എഴുതാം. എന്താ വരുന്നത്? n+1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര n+1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു എക്സെട്ര 2n+1 2n+3 ഡിവൈഡഡ് ബൈ an ആണ്. an അറിയുമ്പോൾ എന്താ വരുന്നത്? 1 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പൊ അത് എവിടെ കിടക്കും? ഡിനോമിനേറ്ററിലും കിടക്കും, ഇത് എവിടെ കിടക്കും? ന്യൂമറേറ്ററിലും കിടക്കും. ഓക്കെ, അപ്പൊ എന്താ വരിക? 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു എക്സെട്ര 2n+1 ഇൻറ്റു 2n+3 ഡിവൈഡഡ് ബൈ എന്തായാലും 1 ഇൻറ്റു 2 ഇൻറ്റു 3 എക്സെട്ര n. ഈ എന്നും എന്നും ക്യാൻസൽ ചെയ്യാം. ബാക്കി അവിടെ ഉണ്ടാവുക ആരാണ്? ഒരു n+1 ഉണ്ടാവും. ഓക്കെ, ഇവിടെ 2n+1 വരെ വരുള്ളൂ. എന്താ നിങ്ങൾ ആരൊന്നും നോക്കാതിരുന്നത്? എന്നിന്റെ വാല്യൂ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഞാൻ മറന്ന് എഴുതിയതാണ്. n+1 ഓർമ്മയിലാണ് ഫസ്റ്റ് എഴുതിയത്. 1 ഇൻറ്റു 2 ഇൻറ്റു 3 എക്സെട്ര n 3 ഇൻറ്റു 5 ഇൻറ്റു 7 എക്സെട്ര nth ടേം ആകുമ്പോൾ ഏത് വരെ ഉണ്ടാവുള്ളൂ? 2n+1. ശരിയല്ലേ? n+1th ടേം ആവുമ്പോഴാണ് 2n+1 nth ടേമിന്റെയാണ് ഇൻറ്റു n+1 ഒന്നും കൂടി ഉണ്ടാവും. അതാണ് 2n+3. ഓക്കെ, ദാറ്റ് ഈസ് n+1 ഡിവൈഡഡ് ബൈ മുകളിൽ ഇതും ക്യാൻസൽ ചെയ്യും. അതായത് കാണില്ലേ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 n+1 1 ഇൻറ്റു 2 ഇൻറ്റു 3 n വരെ ഇവിടെ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത്. അപ്പൊ മുകളിൽ ആരുണ്ട്? ഒരു n+1 ഉണ്ട്. 3 ഇൻറ്റു 5 ഇൻറ്റു 7 2n+1 വരെ ഇവിടെ ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ബാക്കി ആരുണ്ട്? ഒരു 2n+3 ഉണ്ട്. ഇതിന്ന് രണ്ടെന്നും ഇനി ലിമിറ്റ് ഔട്ട് സൈഡ് എടുക്കാം. n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിന്ന് രണ്ടെന്നും എനിക്ക് n ഔട്ട് സൈഡ് എടുക്കാം. n ഇൻറ്റു 1 + 1/n ഡിവൈഡഡ് ബൈ n ഇൻറ്റു 2 + 3/n. ഓക്കെ, അപ്പൊ എന്നും ക്യാൻസൽ ചെയ്ത് ഇൻഫിനിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1 + 0 ഡിവൈഡഡ് ബൈ 2 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പൊ ആറിന്റെ വാല്യൂ കിട്ടിയ 1/2 ആണ്. 1/2 പറയുന്നത് <1 ആണ്. ബൈ റേഷ്യോ ടെസ്റ്റ് ഇത് സീരീസ് ഈസ് കൺവേർജസ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ഇൻവെസ്റ്റിഗേറ്റ് the convergence of the following series. Investigate the convergence of the following series. രണ്ട് സീരീസ് എഴുതിയെടുക്കുക. ഫസ്റ്റ് വൺ ഞാൻ ചെയ്യാം. അതൊരു വെറൈറ്റി ആണ്, ഒരു റിസൾട്ട് ആണ്. ആ റിസൾട്ട് ആയതുകൊണ്ട് ഞാൻ ചെയ്തുതരാം. മറ്റേ നിങ്ങൾ ഇതേപോലെ തന്നെ n+1 ഒക്കെ എടുത്ത് അടിപൊളിയാക്കി നിങ്ങൾക്ക് ചെയ്യാം. കാരണം കുറെ നേരം ചെയ്യാനും നല്ല ഇൻട്രസ്റ്റിംഗും ആണെന്ന് വിചാരിക്കണോ അല്ലേ? ഓക്കെ, സമ്മേഷൻ n equal to 1 to infinity n raised to n divided by n factorial. n raised to n divided by n factorial. ഇതാണ് an അല്ലെ? അപ്പൊ an എന്താ? n raised to n divided by n factorial. അപ്പൊ നമ്മൾ n+1 എന്താ? n+1 n കാണുന്നവർക്കൊക്കെ n+1 കൊടുക്കുക. n+1 raised to n+1 divided by n+1 factorial. അപ്പൊ നമ്മൾ ഇനി എന്ത് കാണാം? an+1 ഡിവൈഡഡ് ബൈ an കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു n+1 raised to n+1 ഡിവൈഡഡ് ബൈ n+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആണ്. അത് റെസിപ്രോക്കൽ എടുത്ത് വരുമ്പോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n raised to n. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരുന്നത് നോക്കിക്കേ. ഇവിടെ നേരത്തെ പറഞ്ഞു n+1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഇൻറ്റു n+1 ആണ്. അപ്പൊ അതും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ n+1നെ n+1 റേസ് ടു n ഇൻറ്റു n+1 എഴുതാം. ശരിയല്ലേ? a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ഫോം. n ഫാക്ടോറിയൽ ഇവിടത്തേയും ക്യാൻസൽ ചെയ്തു. താഴെ ഇവിടെ ഒരു n+1 ഉണ്ടാവും. കാരണം n+1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n+1 ഇൻറ്റു n ഫാക്ടോറിയൽ ആണ്. ആ n ഫാക്ടോറിയൽ രണ്ടിടത്തുനിന്നും ക്യാൻസൽ ചെയ്തു. ഇൻറ്റു n റേസ് ടു n. ഇനി ലിമിറ്റ് വിടുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1/an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1ഉം n+1ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരാ അവിടെ ഉള്ളത്? n+1 റേസ് ടു n ഉം n റേസ് ടു n ഉം. അതായത് n+1/n ഓൾ റേസ് ടു n. ഓക്കെ, ലിമിറ്റ് ഉണ്ട് കേട്ടോ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1/n ഓൾ റേസ് ടു n. ഓക്കെ, ഇതിന്ന് n നിങ്ങൾക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്താ വരിക? 1+1/n റേസ് ടു n. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതൊരു റിസൾട്ടാണ്.
ഇതേപോലെ തന്നെ വേറെ റിസൾട്ടുകളുണ്ട് പറഞ്ഞുതരാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ n ഓൾ റേസ് ടു n. 1 പ്ലസ് 1 ബൈ n ഓൾ റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ വരുന്നത് ഇ ആണ്. ഇ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇ പവർ 1നെയാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ n ഓൾ റേസ്. ഇതൊരു പവർ സീരീസ് ആണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ ആണ്. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. 1 പ്ലസ് 1 ബൈ n ഓൾ റേസ് ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ടോടത്തൊക്കെ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക? 1 പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി 0, ദാറ്റ് ഈസ് 1 റേസ് ടു ഇൻഫിനിറ്റി ഈക്വൽ ടു 1ന്റെ മുകളിൽ തന്നെ ഇട്ടാലും 1 അല്ലെ. അപ്പൊ അങ്ങനെ എഴുതിയേക്കാൻ നിൽക്കരുത്. 1 പ്ലസ് 1 ബൈ n റേസ് ടു എന്ന് പറഞ്ഞ ഒരു റിസൾട്ട് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ. ഇയുടെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആണ്. 1നേക്കാൾ കൂടുതലാണ് ഇയുടെ വാല്യൂ. ബൈ റേഷ്യോ ടെസ്റ്റ് ദ സീരീസ് ഈസ് ഡൈവേർജസ്. ഓക്കെ, ഇതേപോലെ മറ്റേ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. അതിപ്പോ 2 ക്വസ്റ്റ്യനും കൂടെ ഞാൻ തരാം. ഓക്കെ, ഇൻവെസ്റ്റിഗേറ്റ് ദ കൺവേർജൻസ് ഓഫ് ദ ഫോളോവിങ് സീരീസ്. ഇൻവെസ്റ്റിഗേറ്റ് ദ കൺവേർജൻസ് ഓഫ് ദ ഫോളോവിങ് സീരീസ് എന്താണ്? 2n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഹോൾ സ്കെയിലും 4n ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ. ജസ്റ്റ് n+1 എല്ലാത്തിന്റെയും എന്നെ കാണുന്നത് n+1 ഇട്ട് കുറെ എണ്ണം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് പോവാനുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അതിൽ ഇതേപോലെ തന്നെ എറർ മെയ്ഡ് ഉണ്ട്. എറർ മെയ്ഡ് പറയുന്നത്, ഈ റിമാർക്ക് നിങ്ങൾക്ക് കാണുന്നത് എന്താണെന്ന് അറിയില്ല, ജസ്റ്റ് ഇതൊന്ന് എഴുതിയിരിക്കാം. ഇഫ് മോഡുലസ് ഓഫ് an പ്ലസ് 1 ബൈ an ലെസ് ദാൻ r ലെസ് ദാൻ 1 ഫോർ n ഗ്രേറ്റർ ദാൻ n, then the error made in approximating summation n equal to 1 to infinity an by n equal to 1 to capital N an is less than or equal to modulus of an divided by r modulus of an into r divided by 1 minus r. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട്. മോഡുലസ് ഓഫ് an ബൈ r, അതായത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഉണ്ടല്ലോ, അതേ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലിമിറ്റ്, ഇപ്പൊ നമ്മൾ ചെയ്യലുണ്ടല്ലോ, ആ ലിമിറ്റ് ആണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ പ്ലോട്ട് ചെയ്തോളൂ. വാട്ട് ഈസ് ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ n ഫാക്ടോറിയൽ ബൈ ഇറ്റ്സ് ഫോർത്ത് പാർഷ്യൽ സം n ഈക്വൽ ടു 1 ടു 4 1 ബൈ n ഫാക്ടോറിയൽ. അപ്പൊ ക്യാപിറ്റൽ n എന്താന്ന് കിട്ടി? 4 ആണ് കിട്ടി. അപ്പൊ ഇവിടെ a4 ഇൻറ്റു ആർ. അപ്പൊ ആറ് നമ്മൾ കാണുക കേട്ടോ. an+1 ബൈ an വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. ഓക്കെ, അപ്പൊ എറർ അപ്രോക്സിമേറ്റിംഗ് 1 ബൈ n ഫാക്ടോറിയൽ ബൈ ഇറ്റ്സ് ഫോർത്ത് പാർഷ്യൽ സം സമേഷൻ n ഈക്വൽ ടു 1 ടു 4 1 ബൈ n ഫാക്ടോറിയൽ. അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്താണ് 6 കിട്ടണം ഇവിടെ അല്ലെ. n നമുക്ക് കിട്ടി, ക്യാപിറ്റൽ n എത്രയെന്ന് കിട്ടി? 1 ടു 4 തന്നത് കൊണ്ട് നമുക്കറിയാം അതെന്താണ് റിസൾട്ട് പ്രകാരം നമുക്ക് കാണേണ്ടത് an മോഡ് an ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ആണ്. അപ്പൊ നമുക്ക് 6 കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ an എന്താണ്? an എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ബൈ n ഫാക്ടോറിയൽ ആണ്. അപ്പൊ നമ്മൾ an+1 എന്തേക്കരം വരിക? 1 ബൈ n+1 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ലിമിറ്റ് റേഷ്യോ ടെസ്റ്റ് പ്രകാരം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1 ബൈ an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ n+1 ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ ബൈ 1. ബൈ ആണ്, റെസിപ്രോക്കൽ എടുത്ത് മേലേക്ക് പോകും. n+1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഇൻറ്റു n+1 ആണ്. ദാറ്റ് ഈസ് 1 ബൈ n+1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. n ഇൻഫിനിറ്റിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻഫിനിറ്റിയിലേക്ക് വിടണ്ട. നമുക്ക് ഇവിടെ കണ്ടത് 6 കാണാൻ വേണ്ടിയിട്ട് 6 എന്താന്നുള്ളത് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ 1 ബൈ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ വാല്യൂ. ഞാൻ കൺവേർജൻസിക്ക് പോവണ്ടല്ലോ, എറർ അപ്രോക്സിമേറ്റ് ചെയ്യാനല്ലേ. That is modulus of an+1 by n കണ്ടാൽ മതി. That is 1 by n+1 into n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 by n+1 മോഡ് 1 by n+1 കിട്ടും. ഓക്കെ, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് എന്താ ഫോർത്ത് പാർഷ്യൽ സം ആണ്. ദാറ്റ് ഈസ് 1 by 4 plus 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 5. 1 by 5 എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ടു 6. ഈ 1 by 5 ഓക്കെ, 1 by 5 എന്ന് പറഞ്ഞ സാധനം ലെസ് ദാൻ 1 അല്ലേ. അപ്പൊ ഈ സീരീസ് എന്താന്ന് നമുക്ക് അറിയാൻ പറ്റും. കൺവേർജൻസ് നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഈ സീരീസിന്റെ ആർ എന്താന്ന് പറയാൻ പറ്റും. ആർ ഈക്വൽ ടു 1 by 5 ആണ് കിട്ടും.
ഓക്കെ, 6 1/5. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇതാണ് നമുക്ക് കാണേണ്ടത്. എറർ അപ്രോക്സിമേറ്റിംഗ് ആണ് കാണേണ്ടത്. എറർ അപ്രോക്സിമേറ്റിംഗ് എന്താ വരുന്നത്? ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് A4 ഇൻറ്റു R ഡിവൈഡഡ് ബൈ 1 - R ആണ്. ഓക്കെ, അപ്പൊ A4 ഫോർത്ത് ടേം എന്താ വരിക? 1/n ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഫോർത്ത് ടേം വരിക 1/4 ഫാക്ടോറിയൽ ഇൻറ്റു R എത്ര കിട്ടിയത്? 1/5. ഇത് മറക്കരുത് കേട്ടോ, 1/5. ഞാൻ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ ഇട്ട് പോയതാണ്. അപ്പൊ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് നിങ്ങൾ അതിലേറെ സ്പീഡിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നിനെ ഇൻഫിനിറ്റിയിലേക്ക് കൊടുക്കും. അത് ചെയ്യരുത്. ഇവിടെ ഫോർത്ത് പാർഷ്യൽ സം ആണ്. അപ്പൊ n ഈക്വൽ ടു ആ കിട്ടുന്ന ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ n ഈക്വൽ ടു 4 കൊടുക്കുക. ദാറ്റ് ഈസ് 1/n + 1 എന്ന് പറയുമ്പോൾ 1/4 + 1 ഈക്വൽ ടു 1/5 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 4. ഓക്കെ, 1/4 ഫാക്ടോറിയൽ ഇൻറ്റു 1/5 ഡിവൈഡഡ് ബൈ 1 - 1/5. ഇത് എത്രയാണ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 1/4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 1/24 അല്ലെ? 4 ഫാക്ടോറിയൽ 1 × 2 × 3 × 4 1 × 2 × 3 6 × 4 എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 1/5 ഡിവൈഡഡ് ബൈ 5 - 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5. ദാറ്റ് ഈസ് 1/24 ഇൻറ്റു 5 ഇൻറ്റു 5/4. ഓക്കെ, അപ്പൊ 5ഉം 5ഉം ക്യാൻസൽ ചെയ്യാം നമുക്ക്. അപ്പൊ 1/24 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 1/96 ലെസ് ദാൻ 0.0105. 0.0105 അപ്രോക്സിമേറ്റ് എറർ ആണ്. ഇത് എത്ര കിട്ടണമെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ.